ആലപ്പുഴയിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കായംകുളം CPMൽ സമൂഹമാധ്യമപ്പോര്. ആരിഫിന്റെ പരാജയത്തിന് പുറമെ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിനെതിരെയാണ് FB പേജുകളിൽ വിമർശനം. പത്തനംതിട്ടയിൽ രാജു എബ്രഹാമിനെ അനുകൂലിച്ച് FB പോസ്റ്റിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസിനെതിരെ നടപടിക്ക് സാധ്യത. ജില്ലയിലെ CPMന്റെ മുഖം നഷ്ടപ്പെടുത്തുന്ന കനത്ത തോൽവിയാണ് ആലപ്പുഴയിൽ സംഭവിച്ചത്. അതിലുള്ള ദുഃഖവും വേദനയും സമൂഹമാധ്യമ പേജുകൾ വിമർശിച്ചും ഏറ്റുമുട്ടിയും തീർക്കുകയാണ് CPM പ്രവർത്തകർ. അതിന്റെ നല്ല ഉദാഹരണമാണ് കായംകുളം വിപ്ലവം എന്ന FB പേജ്. LDF മൂന്നാമതായി പോയ കായംകുളത്ത് CPM നേതാക്കൾ വോട്ടുമറിച്ചു എന്ന ആരോപണമാണ് വിപ്ലവം പേജിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. മൂന്നാമതായതിന്റെ കാരണം എല്ലാവർക്കും അറിയാം. കായംകുളത്തുണ്ടായത് നാണംകെട്ട തോൽവിയെന്ന് പരിഹസിക്കുന്ന പ്രവർത്തകർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള പാർട്ടി പ്രവർത്തകരാണ് വിമർശകർ. പാർട്ടി നേതാക്കൾക്ക് അഴിമതി, വ്യഭിചാരം, കൊട്ടേഷൻ, ആഭിചാരം, ലഹരി മാഫിയ ബന്ധമാണ്. നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. നേതാക്കൾക്കെതിരെ ഉണ്ടായ അഴിമതി ആരോപണത്തിൽ നടപടി ഉണ്ടായില്ലെന്നും വിമർശനമുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അമ്മയും മകനും BDS നേതാക്കളുമായി ചർച്ച നടത്തി. എന്നിട്ടും അവരെ നേതൃത്വം സംരക്ഷിച്ചുവെന്ന കുറ്റപ്പെടുത്തലും കായംകുളം വിപ്ലവം എന്ന FB പേജിൽ കാണാം. ഇന്നലെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവും കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് PS ഷാജിയും തോൽവിയെ പരോക്ഷമായി വിമർശിച്ച് പോസ്റ്റിട്ടിരുന്നു. പത്തനംതിട്ടയിലെ തോൽവിക്ക് പിന്നാലെ രാജു എബ്രഹാമിനെ അനുകൂലിച്ച് FB പോസ്റ്റിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസിനെതിരെ നടപടിക്ക് സാധ്യതയേറി. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജു എബ്രഹാമിന്റെ ഫോട്ടോയ്ക്കൊപ്പം വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടക്കുമെന്ന പരാമർശമായിരുന്നു അൻസാരിയുടെ പോസ്റ്റ്. അൻസാരിക്കെതിരായ നടപടി ചർച്ച ചെയ്യാൻ CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.